നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഈവനിങ് ഒന്ന് സംഭവം ഇറങ്ങാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉടുന്തുർപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓൾഡ് എയർപോർട്ട് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. ഓൾഡ് എയർപോർട്ട് പറഞ്ഞ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നാൽ ഇവിടെ ഏകദേശം നമ്മൾ ഗൂഗിൾ മാപ്പിൽ കണ്ടതാണ് ഓൾഡ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അങ്ങനെ വലിയതൊന്നുമില്ല, പക്ഷേ പഴയ കാണുമ്പോൾ ഗൂഗിൾ മാപ്പിൽ കണ്ടപ്പോൾ കാണാൻ വേണ്ടി വന്നാൽ കേട്ടോ. ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇത് ഇങ്ങോട്ട് നല്ല നല്ല നാടും പ്രദേശമാണ്. ഇങ്ങോട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. ഒരുമാതിരി ഉള്ളേരിയ കേട്ടോ സംഭവം. ഇതൊക്കെയാണ് റൺവേ എന്നൊക്കെയാണ് പറഞ്ഞത്. കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഏകദേശം നല്ല ദൂരമുണ്ടെന്ന് റൂമിൽ നിന്ന്. ഇപ്പോൾ ഞാനൊരു 4 കിലോമീറ്റർ 3.5 കിലോമീറ്ററോളം നടന്നു കേട്ടോ. നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സംഭവം കുറച്ചും കൂടെ അങ്ങോട്ട് നന്നായി പോകാനുണ്ട്. സമയം ഇപ്പോൾ 6:30 ആവാനായി. ഇതാണ് റൺവേ കേട്ടോ, ഓൾഡ് എയർപോർട്ടിൻ്റെ. ഞാൻ ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് മാപ്പിൽ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഓൾഡ് എയർപോർട്ടിൻ്റെ. അത് നമ്മുടെ കള്ളക്കുറിച്ചി ഉടുന്തുർപേട്ട എന്ന സ്ഥലത്ത് ഓൾഡ് എയർപോർട്ട് പണ്ട് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ ഹിസ്റ്ററിയൊക്കെ ഞാനിത് പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ റൺവേ. ഇതുണ്ടോ, ഓ പൊളി. ഇവിടെ അങ്ങ് അറ്റം വരെ ഇതുണ്ട്. ആ ലൈറ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇതാണ് അതിൻ്റെ എയർപോർട്ടിൻ്റെ റൺവേ കേട്ടോ. അത് കണ്ടോ, ഇത് ചെന്നൈ ഹൈവേ കേട്ടോ. ഈ ചെന്നൈ ഹൈവേന്ന് അടുത്ത് തന്നെയാണ്, ഉളുന്തർപേട്ട ടോൾ പ്ലാസിൻ്റെ അടുത്തുനിന്ന്. അവിടെ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഇങ്ങോട്ട് തള്ളിയാലുള്ള, കുറച്ചും കൂടെ പുറകോട്ട് വരുമ്പോഴുള്ള സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത്. ഇത് ഓൾഡ് എയർപോർട്ട് എന്നാണ് പറയുക സ്ഥലത്തിൻ്റെ പേര്. ഏകദേശം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്. അതിന് ഡീറ്റെയിൽസ് എല്ലാം എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ഡ്രൈവിങ് പഠിക്കുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ. എന്ത് രസമാണ് നോക്കി. റൺവേ ആണത്. ഇടൂ, ഓ ഇങ്ങനെ ഓൾഡ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ റൺവേയിലൊക്കെ ഇറങ്ങി നടക്കുന്നത്. പഴയതാണ്, പണ്ടത്തെയാണത്. എന്നാലും ഒരു രസമല്ലേ ഇങ്ങനെ നടക്കുമ്പോൾ. കൊള്ളാൻ കേട്ടാ സ്ഥലം. അങ്ങ് വരയ്ക്കൊരു 1.5-2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് ദൂരം നടക്കാൻ പറ്റും തോന്നുന്നില്ല. എൻ്റെ അമ്മ ഇരുട്ടാവും. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ച് നടക്കുകയെന്ന് വെച്ചാൽ വൻ ടാസ്ക്കാണ് മോനെ. ഇനിയിപ്പോൾ ഒരുപാട് റിട്ടായി തുടങ്ങി കേട്ടോ. നല്ല ഇതുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ എങ്ങനെ അവസ്ഥ ഒന്നും അറിയില്ല. പോകുന്ന വഴികളൊക്കെ ഭയങ്കര ഒരു ഇതാണ്, ടാസ്ക്കാണ്. 2 ടാസ്ക്കാണ് പറ്റാണ് സംഭവം എന്ന് വെച്ചാൽ. 2 സൈഡിൽ ലോക്കൽസാണ്, വൻ ലോക്കൽസ് പോകുന്ന വഴി കേട്ടോ. പക്ഷേ ഈ ഹൈവേ കയറി പോകാമെന്ന് പറഞ്ഞു വെച്ചാൽ മൊത്തം വൃത്തികേടാണ് അവിടെയൊക്കെ. അതുകൊണ്ട് അങ്ങോട്ട് പോയി നടക്കില്ല. വന്ന വഴിനെ തിരിച്ച് നടക്കുന്നത് ബെറ്റർ തോന്നുന്നു. ഇത് അങ്ങോട്ട് പോയിരുന്ന ഫ്ലൈറ്റ് ഉണ്ടോ, പഴയ ഫ്ലൈറ്റിൻ്റെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഫ്ലൈറ്റിൻ്റെ ചിഹ്നമൊക്കെ കണ്ടായിരുന്നു. ശരി, അങ്ങോട്ട് പോയി നോക്കാം. എന്തെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് കാണാമല്ലോ. നടക്കാൻ വലിയ ടാസ്ക്കാണ്. ഇതാണ്ടോ അവിടെ നിന്ന് ബൈക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഈ അവിടം വരെ നടക്കണം. അവിടെ നിന്ന് കുറച്ചുകൂടെ നടക്കേണ്ടി വരും തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടം വരെ എത്തിയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ ഇല്ലയോ നോക്കട്ടെ. എന്തായാലും ഇച്ചിരി ദൂരം നടക്കാമല്ലോ. ഇത്ര നടന്നില്ലേ നമ്മളിപ്പോൾ ഏകദേശം ഇത്ര ദൂരത്തോളം നടന്നു കേട്ടോ. ഇനി തിരിച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ കണ്ടിട്ട് വരാം. ഇല്ലാന്ന് വെച്ചാൽ തിരിച്ച് ഓടാം. ഇട്ടായി തുടങ്ങി കേട്ടോ നന്നായിട്ട്. സംഭവം ഒന്നും കാണാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. ദൈവമേ, എന്തെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. കുറച്ച് ഇത്ര ദൂരം നടന്നു വന്നതിന് അല്ലേ. ഇതിപ്പോൾ ഇതിൻ്റെ റൺവേൻ്റെ സൈഡിലൊക്കെ പഴയ റൺവേ മൊത്തം ആളുകളുടെ വീടുകളാട്ടാ. അതുകൊണ്ടാ വീടും കൃഷിയും ഇതാ പശുവിനെയൊക്കെ വളർത്തുന്നതാണ്. ഈ 2 സൈഡും നല്ല കൃഷിയൊക്കെ ആട്ടോ. അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. പക്ഷെ ഇരുട്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നും നിങ്ങൾക്കും കാണാൻ പറ്റില്ല, എനിക്ക് നേരെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം ഞാൻ നടന്നു കേട്ടോ. ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ അടുത്തോളം നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാണ്ടല്ലോ തിരിച്ച് നടക്കണതിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ തന്നെയാണ്. ശരി, എന്തായാലും അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും ഫൈനലി നമ്മളിവിടെ എയർപോർട്ടിൽ നമ്മുടെ മാപ്പിൽ കാണുന്ന സ്ഥലത്തെത്തി കേട്ടോ. എൻ്റെ പൊന്നോ, അങ്ങോട്ട് 4 സൈഡിലേക്ക് നല്ല ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓ
ഗായ്സ് ഒന്നുമില്ല ഗായ്സ്, ഒരു ബോക്സ് ഇട്ടിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഇതിന് ചുറ്റും ഈ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും റൺവേ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓൾഡ് എയർപോർട്ട് റൺവേ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടേക്കാണെങ്കിൽ ഇതൊരു വഴി ഇങ്ങോട്ടേക്ക് വെക്കണം, അത് അങ്ങോട്ടൊന്നും അതേപോലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ റൺവേ മാത്രമാണ് കേട്ടോ ഉള്ളൂടെ. പക്ഷെ ഫ്ലൈറ്റ് ഒന്നുമില്ല, ചെറിയ പഴയതുപോലെ ഒന്നും ഒരു തരി പോലും ഇല്ല കേട്ടോ. അടിപൊളി. പക്ഷെ എന്തോ ഇവിടെ ഒരു ഈ സംഭവം എന്താണെന്നറിയില്ല, എന്താണെന്നറിയില്ല, ഒരു ബോക്സൊക്കെ കെട്ടിയിട്ടുള്ള സംഭവമാണ്, എന്താണെന്നറിയില്ല കേട്ടോ. ഇത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ അത് ബോക്സിൻ്റെ അവിടെ വന്നപ്പോൾ ഇതിങ്ങനെയൊക്കെ കണ്ടു കേട്ടോ. ഇതിന് മണ്ടേ കയറാൻ പറ്റുമല്ലോ എന്നറിയില്ല. ഇതിന് മണ്ടേ കയറി നോക്കിയാൽ നോക്കാം. അണ്ണാ അതോടെ കയറി പാക്കലാമാ? ഓക്കെ, ആ കയറി നോക്കിയോന്ന് പറഞ്ഞു. എന്താ സംഭവം ജസ്റ്റ് എന്തായാലും ഇവിടെ വന്നല്ലേ അങ്ങനെ. ഗായ്സ് ഇതിനകത്ത് ആളുകൾ താമസിക്കുന്നുണ്ട് തോന്നുന്നു കേട്ടാ. അത് ഇവിടുത്തെ നമ്മുടെ ഗൂർഖ ചേട്ടനാണ് തോന്നുന്നു, സെക്യൂരിറ്റി ചേട്ടനാണ് തോന്നുന്നു കേട്ടോ. വാ പൊന്ന് പള്ളി, സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഓടി കേട്ടോ. അവിടെ നടന്ന് ഓടി കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ കണ്ട കാഴ്ച സൈഡിൽ ഒരുപാട് വീടുകളുണ്ട്, പക്ഷേ ഈ വീടുകളിലൊന്നും ലൈറ്റ് ഇല്ല കേട്ടോ. എൻ്റെ അമ്മ, ഇതിനകത്ത് ആളുമുണ്ട് കേട്ടോ. ഇപ്പോഴും ലൈറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ തമിഴ്നാട്. അമ്മോ.